സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. 2 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില ഉയരാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കേരള തീരങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ ചേരുന്നുണ്ട് പാലക്കാട്. സച്ചിൻ, പാലക്കാട്ട് ചൂടിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടെ ഉയർന്നിരുന്നു. ഇന്ന് അവിടുത്തെ ചൂടിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? സിജു, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് പാലക്കാട് ജില്ലയിൽ വലിയൊരു ആശ്വാസമാണ് ഇന്നലെയും ഇന്നുമായിട്ടുള്ളത്. കാരണം 41 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട് ജില്ലയിൽ കൊടും ചൂട് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നലെയും ഇന്നുമായിട്ട് 39 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നിലവിലെ താപനില കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് വലിയൊരു രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് പാലക്കാട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ചൂടുണ്ടെങ്കിലും ഉഷ്ണതരംഗ സാധ്യത ഇല്ല എന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ നിലവിലെ ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെല്ലാം തുടരുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ജില്ലയില് പകൽ സമയങ്ങളുടെ അനാവശ്യ യാത്ര, അതുപോലെ തന്നെ പൊതുപരിപാടികൾ തുടങ്ങിയ നാളെ വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസുകളൊക്കെ ഓൺലൈനായിട്ടാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൊടും വരൾച്ചയും അതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമവും നേരിടുന്നുണ്ട്. എന്നാൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ജില്ലയിലെ 3 ഡാമുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് നിലവിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാമുകളിലടക്കം ശുദ്ധജല കുടിവെള്ളം അടക്കം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കൊടും വേനൽ തന്നെയാണ് കഴിഞ്ഞ മാസവും ഈ മാസവുമായിട്ട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല പാലക്കാട് ജില്ലയിൽ നിലവിൽ മനുഷ്യർക്ക് ഏർപ്പെടുത്തിയതുപോലെ തന്നെ മൃഗങ്ങൾക്കുള്ള മുൻകരുതലും ജില്ലാ വെറ്റിനറി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം നിരവധി കന്നുകാലികൾ അടക്കം സൂര്യാതാപമേറ്റും ചാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് അവരുടെ വാസസ്ഥലങ്ങളിൽ വായു സഞ്ചാരം അതുപോലെ തന്നെ കൂടുകളിൽ ഫാൻ അടക്കമുള്ള സൗകര്യം ഒരുക്കണമെന്ന നിർദ്ദേശം ജില്ലാ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ടൂറിസം കേന്ദ്രങ്ങളിലെ സഞ്ചാരികളുടെ വരവും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 2 ദിവസങ്ങളിലായി താപനിലയിലുള്ള വ്യത്യാസം വലിയൊരു മാറ്റമാണ് ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് അല്പം ചൂട് കുറവാണ്. സർക്കാർ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളൊക്കെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്.